അതെന്താന്നറിയോ, ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ട് കാണുന്നത് സാരിയിലാണെന്ന് പെൺപിള്ളേർക്ക് നല്ലതുപോലെ അറിയാം. ഓ, മറ്റേത് ആഘോഷത്തിലും ക്യാഷ്വൽ ഡ്രസ്സ് ധരിക്കുന്ന എല്ലാ പെൺകുട്ടികളും കല്യാണ ഫംഗ്ഷനുകൾക്ക് സാരി ഉടുത്ത് മുല്ലപ്പൂവും തലയിൽ ചൂടിയെത്തുന്നത് എന്തുകൊണ്ടാന്നറിയോ? അവർക്കറിയാം, സാരി ഉടുത്ത പെൺകുട്ടികളെയാണ് ആൺകുട്ടികളെ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന്. ഓ, അതൊക്കെ തനിക്കറിയാല്ലേ? എനിക്ക് മാത്രല്ല, എല്ലാ പെൺകുട്ടികൾക്കും അതറിയാം. ആ, പിന്നെ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാരും രാവിലെ തന്നെ എത്തില്ലേ? ആ, അവര് രാവിലെ തന്നെ എത്തും. അല്ല, നാളെ എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, ചെറിയ ചില ആഘോഷങ്ങൾ അല്ലേ? ഹലോ, കിട്ടിയോ? അതുപോലെ താമരപ്പൂ തന്നെ വേണം. എണ്ണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാവിലെ തന്നെ എത്തിക്കണേ. ആ ശരി, ഓക്കെ. എന്തിനാ താമരപ്പൂവ്? അതൊക്കെ ഉണ്ട്, ഞങ്ങൾ ചില സസ്പെൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ശരി, അപ്പൊ ആഘോഷം അങ്ങ് തകർത്ത് പൊടിക്കാനാ പരിപാടി. ആകാശത്തോളം ഉയരത്തി ചെല്ലട്ടെ ഇവരുടെ സന്തോഷം. അവിടെ നിന്ന് താഴെ വീണ് പൊട്ടുമ്പോ അത് അതിനേക്കാൾ വലിയ കരച്ചിലായി മാറും. ഈ രാത്രി തന്നെ അത് സംഭവിക്കുമെന്ന് ഈ പാവങ്ങൾക്കറിയില്ലല്ലോ. അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ നിന്നും അച്ഛനിപ്പോ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഈ ചടങ്ങ് നടത്തുന്നത്. ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതുകൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അച്ഛൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ മധുവും കൂട്ടരും വന്നു കയറി ഉണ്ടാക്കിയ ബഹളത്തിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി. ഇടവും സന്തോഷത്തോടു കൂടി തന്നെയാ അച്ഛൻ ചടങ്ങ് നടത്താൻ സമ്മതിച്ചത്. പിന്നെ ഞാൻ ചില സുഹൃത്തുക്കളെ കൂടി വിളിച്ചിട്ടുണ്ട്. എന്റെ ചില സുഹൃത്തുക്കളും വരുന്നുണ്ട്. അതാരെ എന്റെ സുഹൃത്തുക്കള്? അത് സസ്പെൻസ്. ഓ, നിങ്ങൾ നാളെ എനിക്ക് വേണ്ടി ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ തിരിച്ച് ഞാനും എന്തെങ്കിലും ഒരു സസ്പെൻസ് തരണ്ടേ? അതാണ് ഈ സസ്പെൻസ്. എന്നാ പിന്നെ നിങ്ങൾ ചെല്ല്, എനിക്ക് ഒരുക്കങ്ങളെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. സച്ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, രാവിലെ എഴുന്നേക്കണ്ടല്ലേ? വാ, മുറിയിലേക്ക് വാ. അത് കൊള്ളാം, എല്ലാവരും സസ്പെൻസ് ഒളിപ്പിച്ചിരിക്കുക. എന്തൊക്കെയാണോ എന്തോ, പക്ഷെ എന്റെ കയ്യിലുള്ള സസ്പെൻസിനെ കുറിച്ച് ഇവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതൊരു ഒന്നൊന്നര സസ്പെൻസ് ആയിരിക്കും. അത് താങ്ങാൻ ഇവിടെയുള്ളവർക്ക് ശക്തി കൊടുക്കണേ എന്നാ എന്റെ പ്രാർത്ഥന. പ്ലൈവുഡ് ഫാക്ടറിയിലെ മാനേജറാണല്ലോ ഇയാൾ. എന്തിനാ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നേ? ഹലോ, എന്താ മാഷെ, രാത്രി ഉറക്കമൊന്നുമില്ലേ? സാറേ, നമ്മുടെ കമ്പനിക്ക് തീ പിടിച്ചു. എന്താ പറഞ്ഞേ? തീ പിടുത്തോ? അതെ സാറേ, നമ്മുടെ പ്ലൈവുഡ് കമ്പനിയിൽ തീ പിടുത്തുണ്ടായി. അയ്യോ, നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നേ? സാറേ, ഇവിടെ ആകെ ബഹളമാണ്. 10-15 പേര് കൂടെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ പെടാപ്പാട് വിടുക. ഗുരുതരമായിട്ട് പരിക്കേറ്റ കുറച്ചുപേരെ ആശുപത്രിയിലോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. സാറൊന്ന് പെട്ടെന്ന് വാ സാറേ. ശരി ശരി, ഇതാ വരുന്നു. സച്ചേട്ടാ, എന്താ? ആരാ വിളിച്ചേ? നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചു. അയ്യോ, സന്ദീപേ, 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 ധനുഷേ, അയ്യോ സന്ദീപേ,
അച്ഛാ, തീപിടുത്തം ഉണ്ടായി തൊഴിലാളികൾ മരിച്ചതിൽ നമുക്കെല്ലാം സങ്കടമുണ്ട്. പക്ഷേ ആചാരപ്രകാരം നടത്തേണ്ട ചടങ്ങുകളൊക്കെ നടത്തേണ്ടേ? അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാ, പക്ഷേ ഇത് നമ്മള് നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ. ഈ ചടങ്ങ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ നടത്താനാ? എന്തായാലും ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ല. അതിന് വലുതാകണോ ചെറുതാകണോ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും സച്ചിക്ക് എന്താ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തെ? സീരിയസ്നെസ് അറിയാഞ്ഞിട്ടല്ല. ഇപ്പോഴത്തെ സന്ദർഭം ആഘോഷപൂർവ്വം ഒരു ചടങ്ങ് നടത്താൻ അനുകൂലമല്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. അർച്ചനയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്ക് കൊടുത്തതാ. ഈ ചടങ്ങ് നടക്കാതിരുന്ന എല്ലാവർക്കും വിഷമമുണ്ടാവും. പക്ഷേ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇനിയിപ്പോ എന്തായാലും ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഇതിലിനി വലിയ ആലോചനയുടെ ഒന്നും ആവശ്യമില്ല. നടത്താൻ തീരുമാനിച്ച ചടങ്ങ് നടത്തിയേ പറ്റൂ. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല.